സ്വാഗതം എൻ്റെ അടുക്കളയിലേക്ക്. ഇന്ന് നമുക്ക് മുളകിട്ട നെയ്മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ നെയ്മീൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്താണ് 1 കിലോ നെയ്മീൻ വേണം. അപ്പോൾ ഞാൻ ആവശ്യം നെയ്മീൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ പുളി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സവോളയല്ല കേട്ടോ, ശരിക്കും ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ സവോളയുള്ളൂ, അതുകൊണ്ട് സവോള എടുത്തു, കറിവേപ്പില എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. മസാലയായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പാനിലെ പാട് നോക്കിയിട്ട് നിങ്ങളൊന്ന് വിചാരിക്കണം കേട്ടോ. ഇപ്പോൾ ഈ പുളി ഒന്ന് കുതുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചാണ്, അങ്ങനെ ഉണ്ടായ പാടാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും അതേപോലെ സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയുടെ വിലയെ അത്രത്തോളം ഉണ്ടല്ലോ അല്ലേ. അപ്പം ഞാൻ അതിലേക്ക് സവോള ഇട്ടു. നിങ്ങൾ സവോളയല്ല ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സവോളയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ച് വെച്ചത്. ഞാൻ എൻ്റെ മീൻകറിക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ, ഇഞ്ചി കുറവ്. അപ്പം 1 ടീസ്പൂൺ വെളുത്തുള്ളി എടുത്താൽ 1/2 ടീസ്പൂൺ ഇഞ്ചിയെ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ആ അനുപാതത്തിലാണ് ഞാൻ ഇപ്പോഴും എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെയും ഫ്ലേവറിൻ്റെയും ടേസ്റ്റിൻ്റെയും ഇഷ്ടപ്രകാരം കേട്ടോ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇപ്പോഴിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടറിയോ, ഈ ഇഞ്ചിയുടെയും സവോളയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കും പുറത്തോട്ട് വരിക. അപ്പോൾ ഒരു പ്രത്യേക രുചി കേട്ടോ. അപ്പം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും ഒക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മുളക് കാശ്മീരിയാണ് കേട്ടോ. കാരണം മുളകിട്ട് വെക്കുമ്പോൾ നമ്മൾ സാധാരണ മുളക് കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എരിഞ്ഞിട്ട് പിന്നെ മീൻ കറി തൊടാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ പൂർണ്ണമായിട്ടും കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നോക്കാം. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം മാറണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു ചുവയുണ്ടാവും. അപ്പോൾ പച്ചമണം മാറുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ അത് അവരവരുടെ കണക്കാണ് കേട്ടോ, അല്ലാണ്ട് ഞാനൊരിക്കലും ഇത്ര ml ഒഴിക്കാമെന്നും പറയില്ല. കാരണം നിങ്ങൾക്കാണ് അതിനകത്ത് എന്തോരം ചാറ് വേണം അല്ലെങ്കിൽ എന്തോരം പറ്റിയിരിക്കണം തീരുമാനിക്കുന്നത്. അതിനെ അനുസരിച്ച് നിങ്ങൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എനിക്ക് വേണ്ട വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ എന്ത് ചെയ്തു, പുളി ഇട്ട് കൊടുക്കും. തിളയ്ക്കുന്നതിന് മുമ്പ് പുളി ഇട്ട് കൊടുക്കണം, എന്നിട്ട് തിളയ്ക്കണം. ഒരു ഫുൾ ഫ്ലെയിമിലിട്ട് തിളയ്ക്കണം. ആ തിളയിലേക്ക് ഞാൻ മീൻ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ട് കൊടുക്കുന്നു. അതിനോട് ബാക്കി ഉണ്ടായിരുന്ന എൻ്റെ കറിവേപ്പിലയും പിന്നെ ഉപ്പ് പാകമാണോ നോക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഒന്ന് ഒറ്റ ഫ്ലെയിം, അതായത് ഫുൾ ഫ്ലെയിം ഇട്ട് ഒന്ന് തിളയ്ക്കാൻ കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അങ്ങനെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് നോക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ കുറുകി വരും. അപ്പോൾ എന്ത് ചെയ്യാം, ആ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കി പാകമാണോ എന്ന് അന്വേഷിച്ച് അവരവരുടെ പാകത്തിനുള്ള ആ ഒരു പുളി ഉപ്പ് അറിയാമല്ലോ, അപ്പോൾ അതങ്ങോട്ടാക്കിയ ശേഷം പിന്നെ അതിന് മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ തൂകി നമ്മുടെ ഈ മീൻകറി ഒന്ന് ചുറ്റിച്ച് അല്ലേ, വട്ടത്തിലൊന്ന് ചെറിയ കറക്കി അടച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഒരു അരമണിക്കൂറിന് എടുത്താൽ മതി. അടിപൊളി ടേസ്റ്റോടുകൂടി അടിപൊളി ഒരു മീൻകറി തയ്യാറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.